ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യുന്ന നഴ്സിംഗ് പ്രാക്ടീസുകൾക്ക് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ടല്ലേ? ആ പഴയകാല പാഠങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്തെ എത്രത്തോളം പ്രധാനമാണെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോ ഇന്ന് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത് നഴ്സിംഗ് ഗവേഷണത്തിലെ ആ ചരിത്രപരമായ വഴികളിലൂടെയാണ്. ഇതാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോകുന്ന പ്രധാന ചോദ്യം. അതായത്, നമ്മളിന്ന് ആശുപത്രികളിൽ കാണുന്ന ഈ രീതികൾ, നമ്മൾ ഫോളോ ചെയ്യുന്ന നിയമങ്ങൾ, രോഗികളോടുള്ള നമ്മുടെ സമീപനം, ഇതെല്ലാം എവിടെ നിന്ന് വന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട് പോകണം, ചരിത്രത്തിലേക്ക്. നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഒരു റിസർച്ച് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കും. പിന്നെ ഈ ചരിത്രപരമായ രീതി എന്താണെന്നും അതിനുവേണ്ട തെളിവുകൾ എവിടെ നിന്നൊക്കെ കിട്ടുമെന്നും മനസ്സിലാക്കും. അവസാനം ചരിത്രം പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും അതിലെ വെല്ലുവിളികളും നമ്മളൊന്ന് ചർച്ച ചെയ്യും. ഓക്കേ, അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം എന്താണ് ഈ റിസർച്ച് അപ്രോച്ച് എന്ന് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഏതൊരു സ്റ്റഡിയുടെയും ഒരു മാസ്റ്റർ പ്ലാനാണ് ഈ സംഭവം. ഒരു വീട് പണിയുന്നതിന് മുൻപ് നമ്മളൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കില്ലേ? അതുപോലെ ഒരു റിസർച്ച് എങ്ങനെ ചെയ്യണം, ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യണം, അതെങ്ങനെ വിശകലനം ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു വഴികാട്ടിയാണിത്. അപ്പോൾ പ്രധാനമായും 3 തരം റിസർച്ച് അപ്രോച്ചുകളുണ്ട്. ആദ്യത്തേത് ക്വാണ്ടിറ്റേറ്റീവ്. ഇത് നമ്പേഴ്സിനെയും കണക്കുകളെയുമൊക്കെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. രണ്ടാമത്തേത് ക്വാളിറ്റേറ്റീവ്. ഇത് അനുഭവങ്ങളെയും കഥകളെയുമൊക്കെ ആഴത്തിൽ പഠിക്കുന്ന ഒന്നാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ചുണ്ടല്ലോ, അത് വരുന്നത് ഈ ക്വാളിറ്റേറ്റീവ് എന്ന വിഭാഗത്തിലാണ്. പിന്നെ ഇവ രണ്ടും ചേർന്ന മിക്സ്ഡ് മെത്തേഡാണ് മൂന്നാമത്തേത്. ശരി, അപ്പം നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. നഴ്സിംഗിലെ ചരിത്ര ഗവേഷണത്തെ നമുക്കൊരു ഡിറ്റക്റ്റീവ് വർക്ക് പോലെ കാണാം, അല്ലേ? പഴയ തെളിവുകളൊക്കെ വെച്ച് ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കുന്ന ഒരു പണി. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത്, സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമ്മളൊരു സിസ്റ്റമാറ്റിക് രീതി ഉപയോഗിക്കുന്നു. എന്തിനാണെന്നോ, ചില കാര്യങ്ങൾ പണ്ട് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു, അത് ഇന്നത്തെ നമ്മുടെ നഴ്സിംഗ് പ്രാക്ടീസിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണിത്. ഈ ചരിത്ര ഗവേഷണത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കഴിഞ്ഞുപോയ ഒന്നിനെയും മാറ്റാൻ പറ്റില്ല, അല്ലേ? സംഭവിച്ചത് സംഭവിച്ചു. പകരം നമ്മളെന്താ ചെയ്യുന്നത്? ആ കാര്യങ്ങളെ അന്നത്തെ സാഹചര്യത്തിൽ വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 100 വർഷം മുൻപുള്ള ഒരു നേഴ്സ് എടുത്ത തീരുമാനത്തെ ഇന്നത്തെ നമ്മുടെ അറിവ് വെച്ച് മാത്രം അളക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ ഡിറ്റക്റ്റീവ് പണിക്ക് വേണ്ട തെളിവുകൾ, അതായത് നമ്മുടെ ഡേറ്റ, അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അതിനുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, നമുക്ക് 2 തരം തെളിവുകളാണ് പ്രധാനമായും ഉള്ളത്. ഒന്നാമത്തേത് പ്രൈമറി സോഴ്സസ്, അതായത് ആ സംഭവത്തിന്റെ നേരിട്ടുള്ള സാക്ഷികൾ. ഒരു പഴയ ഡയറി, ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ഒരു പഴയകാല നഴ്സുമായുള്ള ഇന്റർവ്യൂ, അതുപോലെ. രണ്ടാമത്തേത് സെക്കൻഡറി സോഴ്സസ്. ഇത് മറ്റൊരാൾ ആ സംഭവത്തെക്കുറിച്ച് പഠിച്ചെഴുതിയ പുസ്തകങ്ങളോ ആർട്ടിക്കിൾസോ ഒക്കെ ആകാം. ഈ രണ്ടും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നഴ്സിംഗ് ചരിത്രത്തെ നമുക്ക് പല ആംഗിളുകളിൽ നിന്നും നോക്കിക്കാണാം. ഇപ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ പോലുള്ള ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എങ്ങനെ വളർന്നു വന്നു എന്ന് നോക്കാം. അതും അല്ലെങ്കിൽ കാലക്രമേണ നമ്മുടെ ഹെൽത്ത് കെയർ നിയമങ്ങൾ എങ്ങനെ മാറിയെന്നൊക്കെ അന്വേഷിക്കാം. ഇവയെല്ലാം നഴ്സിംഗിന്റെ പല പല മുഖങ്ങൾ നമുക്ക് കാണിച്ചു തരും. അതായത്, ഈ പറഞ്ഞ ഓരോ തരം പഠനങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് നഴ്സിംഗ് എന്ന വലിയൊരു ലോകത്തിന്റെ കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടുന്നത്. ഒരു ജിക്സോ പസിലിന്റെ ഓരോ കഷ്ണങ്ങൾ ചേർത്തു വെക്കുന്നത് പോലെയാണത്. എല്ലാം ചേർന്നാൽ മാത്രമേ ആ ചിത്രം പൂർത്തിയാവുകയുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ പഴയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇപ്പം എന്തിന്, അല്ലേ? എന്താണിതിൻ്റെ പ്രസക്തി? നമുക്ക് നോക്കാം ഈ ചരിത്രം ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് വെറുതെ ഒരു അറിവിനു വേണ്ടി മാത്രമല്ല, ഇത് നമ്മുടെ പ്രൊഫഷണൽ ഐഡന്റിറ്റിക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. മുൻപുള്ള നഴ്സുമാർ എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നുപോയതെന്നറിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് തന്നെ ഒരു പ്രത്യേക ബഹുമാനം തോന്നും, അല്ലേ? ചരിത്രത്തിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങളിലൊന്ന് അതിന്റെ തെറ്റുകളിൽ നിന്നാണ്. പണ്ട് മനുഷ്യരെ വെറും ഗിനിപ്പന്നികളെപ്പോലെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ടസ്കഗി സിഫിലിസ് സ്റ്റഡിയൊക്കെ അതിനുദാഹരണമാണ്. അത്തരം ഭീകരമായ തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാനാണ് ഇന്ന് നമുക്കിത്രയും കർശനമായ എത്തിക്കൽ ഗൈഡ്ലൈൻസ് ഉള്ളത്. സിമ്പിളായി പറഞ്ഞാൽ, ഇന്ന് നമ്മൾ പേഷ്യന്റ് റൈറ്റ്സിനും സേഫ്റ്റിക്കും ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങളാണ്. ആ പഴയ തെറ്റുകൾ തന്നെയാണ് നമുക്ക് ശരിയായ വഴി കാണിച്ചു തന്നത്. പക്ഷേ ഈ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് അത്ര എളുപ്പമുള്ളൊരു പണിയൊന്നും അല്ല കേട്ടോ. ഈ ഡിറ്റക്റ്റീവ് വർക്കിന് അതിൻ്റേതായ കുറേ വെല്ലുവിളികളുണ്ട്. ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട ഡേറ്റ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അല്ലേ? ഒരുപാട് പഴയ രേഖകളൊക്കെ ചിലപ്പോൾ നശിച്ചു പോയിട്ടുണ്ടാവും. ചിലതൊക്കെ ആർക്കൈവ്സിൽ എവിടെയെങ്കിലും ആർക്കും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിപ്പുണ്ടാവും.
പിന്നെ കിട്ടിയാൽ തന്നെ അതെല്ലാം വായിച്ചു മനസ്സിലാക്കി ഒരുമിച്ച് കൂട്ടാൻ ഒരുപാട് സമയം വേണം. അതുകൊണ്ട് തന്നെ ഈ ഗവേഷണം ചെയ്യുന്നവർക്ക് നല്ല ക്ഷമയും കഠിനാധ്വാനവും വേണം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഇന്ന് നമ്മൾ എഴുതുന്ന നഴ്സിംഗ് ചരിത്രം എന്തായിരിക്കും? കാരണം ഇന്നത്തെ നമ്മുടെ ഓരോ പ്രവൃത്തികളും തീരുമാനങ്ങളുമാണ് നാളത്തെ തലമുറ പഠിക്കാൻ പോകുന്ന ചരിത്രം. അപ്പോൾ നമ്മുടെ ഈ പ്രൊഫഷന്റെ ഭാവിക്ക് വേണ്ടി ഒരു നല്ല ചരിത്രം എഴുതേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നന്ദി.